അപ്പോൾ ഞാൻ ഇത് ഇതിന് മുമ്പ് ചെയ്തൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അലമ്പായിട്ട് അതായത് വാരി വലിച്ചിട്ട പോലെ ഉണ്ടാക്കരുത് എന്നുള്ള ആ ഒരു അഭിപ്രായം ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അതിനകത്ത് ഒരുപാട് നോയ്സും മറ്റേ ഈ ചാനൽ ക്ലിയർ ഇല്ലായ്മ അങ്ങനത്തെ ഒരുപാട് അതായത് ലെഫ്റ്റ് റൈറ്റ് വേർതിരിച്ച് കിട്ടായ്മ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണമാണ് അത് സർവീസിനുണ്ടോന്ന് അതൊന്ന് ക്ലിയർ ആക്കി അതായത് പക്ക 5.1 ആക്കുക പക്ക 2.1 ആക്കുക എന്നുള്ള ഓപ്ഷനിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് മാറ്റി എടുക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. വളരെ ഷോർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല കാരണം നല്ല തിരക്കുള്ള ടൈമായിരുന്നു. അതുകൊണ്ട് മാക്സിമം കഴിയുന്ന അത്രയും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്തിട്ടുള്ളത് ഇതിനകത്തുള്ള വയറിങ് മൊത്തം അയക്കുക. അതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. കാരണം നമ്മൾ ഇതിന് മുമ്പ് ഒരാൾ ചെയ്തിട്ടുള്ള ഇതുപോലുള്ള വയറിങ് ആകുമ്പോൾ നമ്മളത് അയക്കുമ്പോൾ തന്നെ നോട്ട് ചെയ്ത് അയക്കണം. ഇല്ലെങ്കിൽ ഫുള്ള് അയച്ചിട്ട് നമ്മൾ റീവയർ ചെയ്യേണ്ടി വരും. അത് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അത് പ്രയാസമാണ്. അപ്പോൾ അതിന് ആദ്യം ചെയ്ത് വയറിങ് അയക്കുകയും ഈ കൺട്രോൾസ് ഊരിയെടുക്കുകയാണ് ചെയ്തത്. ഈ കൺട്രോൾസ് മൊത്തം നല്ല കൺട്രോൾസാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ വയറിങ് എടുക്കുന്നത് ഭയങ്കര അസ്വസ്ഥമായിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ വയറിങ് ഒന്ന് മാറ്റി കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഇത് മൊത്തം കട്ട് ചെയ്തെടുക്കുന്നത്. ഈ എർത്ത് ജോയിൻ്റ് കണ്ടില്ലേ, ആ എർത്ത് ജോയിൻ്റൊക്കെ ഭയങ്കര പ്രശ്നമായിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഈ ബാക്കിൽ നിന്ന് അതായത് 5.1ൻ്റെയും ഓക്സിൻ്റെ ഒക്കെ ലൈൻ കണക്ഷൻ അത് ഒരു പ്രത്യേകതരം വയറാട്ട് അതൊന്നും മാറ്റിയിടണം. അപ്പോൾ ഇനി ഇത് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ആ പഴയ കൺട്രോൾസ് എന്നുള്ള ആ പഴയ വയറിംഗ് ഒക്കെ മാറ്റി ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ പുതിയ വയറിടാൻ. നല്ല കൺട്രോൾസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലുള്ള എല്ലാ കൺട്രോൾസും ഉപയോഗിക്കാൻ പറ്റി. നമ്മൾ ഈ ഇൻപുട്ട് ഈ ബോർഡിലേക്കുള്ള പവർ ആമ്പിലേക്കുള്ള ഇൻപുട്ട് മൊത്തം നമ്മളിവിടെ സെലക്ട് ചെയ്ത് വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ആ പഴയ പ്രോലോജിക്കിന് പകരം നമ്മൾ ഇതിലൊരു BT ബോർഡാണ് കയറ്റുന്നത്. കാരണം 2.1 പക്ക 2.1 ആണ് ആവശ്യം. അപ്പോൾ നമുക്ക് BT ബോർഡ് ഉപയോഗിക്കാം. DVD ലൈൻ കൊടുക്കുമ്പോൾ നേരിട്ട് പക്ക 5.1 കിട്ടും. അപ്പോൾ ആദ്യം നമ്മളിവിടെ സബിൻ്റെ കൺട്രോളാണ് കൊടുക്കുന്നത്. അതായത് സബ് ഊഫറിൻ്റെ കൺട്രോളാണ് ആദ്യം കൊടുക്കുന്നത്. അതിന് ശേഷം ബാക്കിയുള്ള എല്ലാ കൺട്രോൾസും അതായത് ലൈനുകൾ ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്തിട്ട് കണ്ടുപിടിച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ അത് വളരെ വലിയൊരു വീഡിയോ ആയി പോകുന്നതുകൊണ്ട് ഞാൻ ആ കൺട്രോൾസ് കണക്ട് ചെയ്യുന്നൊന്നും ഇതിൽ കാണിച്ചില്ല. മൊത്തം ചെയ്ത് കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഏകദേശം മാക്സിമം വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ഓൺ ചെയ്തപ്പോൾ നോയ്സ് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിതിൽ ചെക്ക് ചെയ്ത് കാണിക്കുന്നില്ല. കാരണം നമ്മൾ ഇതിനകത്ത് ആ ആംപ്ലിഫയറിൻ്റെ നോയ്സോ ഹമ്മിങ്ങോ അങ്ങനെ ഏതെങ്കിലും ഒരു സർവീസ് അല്ല. ആ ആംപ്ലിഫയറിൻ്റെ ആ മേക്കിംഗ് വയറിംഗ് രീതി ഒന്ന് വൃത്തിയാക്കി ചെയ്യണം എന്നുള്ള ആ ഒരു മെസ്സേജാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സംഭവം മറ്റ് കുഴപ്പങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ല ഈ ആംപ്ലിഫയറിന്. മറ്റ് ആംപ്ലിഫയർ ബോർഡ് കംപ്ലൈൻറ്റോ ഹമ്മിങ്ങോ അങ്ങനത്തെ ഒന്നും ഇപ്പോൾ നോയ്സ് ഒന്നും ഞാനിവിടെ കേൾക്കുന്നില്ല. ഞാനത് വോയിസ് ഓവർ ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് കേൾക്കാൻ കഴിയില്ല. അപ്പോൾ ഈ സ്വിച്ചിങ് ഓപ്ഷൻ മാറ്റിയിട്ട് ബ്ലൂടൂത്ത് ഓൺ ഓഫ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ DTS Pro എന്നുള്ള ആ ഒരു സ്വിച്ചിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് പക്ക 5.1 ആവുന്ന കണക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പം പരമാവധി വൃത്തിയാക്കി ചെയ്താൽ തന്നെ മാക്സിമം നോയ്സും ഹമ്മിങ്ങും ഹിസ്സിങ്ങും ഒക്കെ ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ പിന്നീട് അതൊരു സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് ആ ഇടത്ത് ഭാഗത്ത് കാണുന്നത് ഇതിൻ്റെ മുമ്പുള്ള അവസ്ഥയും വലതു ഭാഗത്ത് കാണുന്നത് അതിന് ശേഷമുള്ള അവസ്ഥയാണ്. വലിയ മാറ്റങ്ങളൊന്നുമില്ല, പക്ഷേ വയറിങ്ങിൻ്റെ മാറ്റം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഇതുവരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രോലോജിക് ബോർഡിലാണ്. ഈ പ്രോലോജിക് ബോർഡ് കംപ്ലൈൻ്റ് ആണ്. അതായത് ഈ പ്രോലോജിക് ബോർഡിലുള്ള ആ പ്രീസെറ്റോ ICയോ എന്തൊക്കെയോ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ ആവശ്യമില്ല. കാരണം നമ്മൾ ഇവിടെ ഈ ആവശ്യക്കാർക്ക് ഇത് പക്ക 5.1 ആക്കാനുണ്ട്. അപ്പോൾ പ്രോലോജിക് അല്ല അവിടെ ആവശ്യം. 2.1 ആക്കുമ്പോഴും പ്രോലോജിക് ആവശ്യമില്ല. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് BT വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഈ വീഡിയോയിൽ ഈ ചെറിയൊരു മെസ്സേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ അടിക്കുക. കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. എന്നാൽ കൂടുതൽ ഞാനിവിടെ എല്ലാ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസും അതിലും കൂടി ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ എളുപ്പമായിരിക്കും. അതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്തായാലും കട്ടാവില്ല, ബ്ലോക്ക് ആവില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു കണ്ടൻറ്റുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.